ഇതിപ്പോ ചെയ്ത ചേഞ്ചസ് എല്ലാം കാണിച്ചുതരാം. ഞാൻ അങ്ങനെ കൊണ്ടുപോയി ഏകദേശം 120 dirhams ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് AC2 DC to AC കൺവേർട്ടർ, 3 ലെയർ ഫോൾഡ് ചെയ്ത് വെച്ച വണ്ടിയിൽ ഞാൻ ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലനേഷൻ ആണ്. അതില് നമ്മള് വണ്ടിയിൽ ഇപ്പൊ ചെയ്ത ചേഞ്ചസ് എല്ലാം കാണിച്ചുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ചെയ്തത്. ഇതിലിപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിലിപ്പോ നമ്മൾ ചെയ്തിട്ടില്ല. വണ്ടിയിൽ പുറമേ ഒന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, എല്ലാം ഓക്കെയാണ്. ആകെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ, പിന്നെ ഇത്. പിന്നെ ഉള്ളത് ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡാഷ് ക്യാമറയാണ്. ഇത് ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് ഷോമിൻ്റെ സാധനമാണ്, ഷോമിൻ്റെ ഡാഷ് ക്യാം. ഇതാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ കൊണ്ടുപോകുന്നത്. ഏകദേശം 120 dirhams ആണ് എനിക്ക് ചാർജ്. അതിന് അത്ര ആയിട്ടുള്ളൂ. ഇത് ഞാൻ കൊണ്ടുവന്ന് ഞാൻ തന്നെ ഫിറ്റ് ചെയ്തു, അത്ര തന്നെ. അഡീഷണൽ വേറൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് വണ്ടിക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. ഇത് ബെഡാണ്. ഇത് ഒരു 3 ലെയർ ഫോൾഡ് ചെയ്ത് വെച്ച സ്പോഞ്ചിൻ്റെ ചെറിയ ബെഡാണ്. അതിന് കവറുണ്ട്, 10 കൈയ്യാണ്. അത് ഇങ്ങനെ വെക്കും ബെഡ് ബാക്ക് ആയിട്ട്. പിന്നെ ഇതൊരു 3 ഫോൾഡിങ് പ്ലൈവുഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് 3 ഫോൾഡിങ് പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാ 1 2 3 അതിൻ്റെ വേറെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുതരാം. ഇതാണ് 3 ഫോൾഡിങ് ബെഡ് വരുന്നത്. ഇത് ഫുള്ള് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇതിന് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ മുകളിലൊരു കമ്പിയാണ് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ GI പൈപ്പാണ്, സ്ക്വയർ പൈപ്പ്. അതിങ്ങനെ സപ്പോർട്ടിനായിട്ട് അവിടെ വെക്കും. അത് തന്നെയാണ് ഫ്രണ്ടിൽ സപ്പോർട്ട് വരുന്നത്. ഇതിങ്ങനെ പൊക്കിയിട്ട് ഇതൊരു 3 ഫോൾഡ് ചെയ്തതിന് അത് ഫോൾഡായി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് വലിച്ച് കഴിഞ്ഞാൽ അത് 3 ഫോൾഡിങ്ങിൽ നിൽക്കും. ഇപ്പം നോർമൽ സീറ്റായി. ഇനിയുള്ളത് ഇതിൻ്റെ മുമ്പിലാണ് ആ ബെഡ് വെച്ചിട്ടുള്ളത്. ആ ബെഡ് ഇതിന് മുമ്പിൽ വരുമ്പോൾ ആ ബാക്കിലൊക്കെ സോഫ്റ്റ് ആയിരിക്കും. ബെഡൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് ഇതിപ്പോൾ ട്രെയിൽ ചെക്ക് ചെയ്തതാണ്. ഇങ്ങനെയാണ് വരിക. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് 2 പേര് കിടന്നൊക്കെ നോക്കി നല്ല സ്ട്രോങ് ആണ്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ കിടന്ന് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണുള്ളത്. പിന്നെ ഇതിൽ പിന്നെ ചെയ്തത് ഇതതിൻ്റെ ബേസാണ്. എന്ന് വെച്ചാൽ ഫോൾഡ് ബെഡാക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ബേസ്. പിന്നെ ഇതൊരു 35 ലിറ്ററിൻ്റെ വാട്ടർ ക്യാന്. ഇത് പമ്പ് ചെയ്ത് വെള്ളം എടുക്കാനുള്ള ഇത് ഇവിടെ ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് പമ്പ് ചെയ്ത് വെള്ളം എടുക്കൽ. പിന്നെ ഇത് വണ്ടിയിൽ തന്നെ ഹീറ്റ് വെള്ളം ചൂടുവെള്ളമൊക്കെ ചെയ്യാനുള്ള ഹീറ്ററാണ്, കെറ്റിലാണ്. പിന്നെ ഇവിടെ പിന്നെ കാര്യമായിട്ട് ചെയ്തത് ഈ സംഭവം മാത്രമേ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിൽ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ മൊബൈല്, ലാപ്ടോപ്പ് സാധനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട്. ഇത് സാധാ നോർമൽ അഡാപ്റ്ററാണ്. നോർമൽ നമ്മൾ 20 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ് ഇത്. അപ്പോൾ ഈ അഡാപ്റ്റർ യൂസ് ചെയ്യാൻ വേണ്ടേക്ക് ഞാൻ ഇവിടെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് DC to AC കൺവേർട്ടറാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ ഒരു അഡീഷണൽ സ്വിച്ചും ഉണ്ട് ഇവിടെ. ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിനോട് അവിടെ ഒരു ഫീസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ വണ്ടി ഓഫ് ആണെങ്കിലും ഓൺ ആണെങ്കിലും പവർ എടുത്തും. അപ്പോൾ ഇത് വാട്ട്സ്, അവൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള വാട്ട്സ് കാണിക്കുന്നത് എത്രയാണ്? 12.8. 12 വാട്ട്സിന് ബാറ്ററിയാണ്. അഡീഷണൽ ബാറ്ററി ഞാൻ ഇപ്പോൾ ചെയ്തിട്ടില്ല. അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചെയ്യാമെന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കരുതി. അഡീഷണൽ ബാറ്ററി വേറെ ഇടുന്ന വെക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇത് സ്വിച്ച് ബോർഡ്, ഇതിന് എക്സ്ട്രാ ഒരു സ്വിച്ചും കൂടി ഉണ്ട്. പക്ഷേ ഞാനിപ്പം ആ സ്വിച്ച് യൂസ് ചെയ്യുന്നില്ല. ഈ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന തന്നെ ആക്സസ് ചെയ്യും. ഇത് ചെയ്യുന്ന സമയത്ത് വയറിങ്ങിന് എക്സ്ട്രാ ഫ്യൂസ്, കുറച്ച് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അല്ലാണ്ട് വെറുതെ വയർ കൊടുത്തിട്ട് അങ്ങനെ കണക്ഷൻ കൊടുത്തതല്ല. ഇതിലാകെ ചെയ്തത് ഈ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിൽ സാധനം ഫുൾ ലോഡഡാണ്. വണ്ടി ഫുൾ ലോഡഡാക്കി ഒരു സൈഡിൽ പാത്രം, മറ്റേ സൈഡിൽ ഡ്രസ്സ്, അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വണ്ടീൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ, പിന്നെ ഇതൊക്കെ വണ്ടിയിൽ നിന്ന് അടങ്ങുന്ന ഹാൻഡ് വാഷ്, പിന്നെ പാത്രം കാണുന്ന ലിക്വിഡ്, ഇങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഉള്ളത് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സാധനങ്ങളില്ല. പക്ഷേ ഓൾറെഡി അടിയിലാണ് പോയിട്ടുള്ളത്. അത് ഞാൻ ബെഡാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനത്
എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ സംഭവം ഇത് ഒരു ഫാൻ സിസ്റ്റമാണ്. ഈ ഗ്ലാസ് ഹാഫ് താത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫാൻ വരുന്ന സിസ്റ്റമാണ്. അതിൻ്റെ ഫുള്ളി വീഡിയോ ഞാൻ ബെഡാക്കി യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് വണ്ടിയിൽ ബെഡൊന്നും ആക്കിയിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കേരളമൊക്കെ വിട്ട് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഇറങ്ങുന്ന നല്ല ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ ചെയ്യൂ.